ഹലോ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ജാനകി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വെള്ള വഴുതന ഞാൻ വിളവെടുത്താൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് തുറയൊന്നുമില്ല, ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാവും. കുഞ്ഞു പ്ലാന്റ് ആണത്, അതുകൊണ്ട് തുറയൊന്നുമില്ല, ഒരു തുറച്ചത്തെ ഉണ്ടാവും. നമുക്ക് വിളവെടുത്താൻ പോവാം. കമോൺ. അവിടെ വഴിയില്ല, വഴി ഉണ്ടാക്കി പൊയ്ക്കോളൂ. ഇതുവഴി ചാടിക്കോ. കാണിച്ചേ, എവിടെ വെള്ള വഴുതനങ്ങ കാണാനില്ലല്ലോടാ. ആ വെള്ള വഴുതനങ്ങ കൊള്ളാല്ലേ? വെള്ള വഴുതനങ്ങയാണിത്. എത്ര എണ്ണം ഉണ്ടടാ? നോക്കട്ടെ, എണ്ണി നോക്കൂ. 1 2 3 4 5 6 7. ഓക്കെ, കട്ട് ചെയ്തോ. ഈ പ്ലാന്റിൽ ഞാനിങ്ങനെ പിടിക്കണോ? പിടിച്ചു തരണം. എന്താ വരുന്നു? ഇത് പിഞ്ചാണോ? അത് പിഞ്ച് അല്ല, തട്ടിയ നല്ല എളുപ്പമുണ്ട്. കുഞ്ഞനല്ലേ? ഇത് പിഞ്ചാണോ? ചെറുത് കണ്ടിട്ട് ഇല്ല, അത് പിടിച്ചു നോക്കിയേ, പിടിച്ചു നോക്ക്. ഓക്കെ, കട്ട് ചെയ്തോ. എങ്ങനെ ഒടിഞ്ഞത്? വെയിറ്റ് ഉണ്ടോ? കത്തിരിക്കയുടെ വെയിറ്റ് ആയിരുന്നു. ഇനി ഒരെണ്ണം ഇവിടെ ഒളിഞ്ഞിപ്പോണ്ട്. ഓ, കട്ട് ചെയ്തോ. ഇത്രയേ ഉള്ളൂ. ഇത് നോക്കിയാണ് കത്തിരിക്കയുടെ വെയിറ്റ് കൊണ്ട് ഒരു കമ്പ് ഒടിഞ്ഞു പോയി. ഒഴിച്ചോ. അപ്പൊ ഇനി നിർത്തണ്ട, കട്ട് ചെയ്തോ. തട്ടിയ നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? 1/2 കിലോ വെയിറ്റ് വരുമെന്ന് അമ്മ പറയുന്നത്. ഇച്ചി കൂടെ കയറ്റി കട്ട് ചെയ്തെങ്കിലോ? ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തേ. കാണിച്ചു തരാം, വിട്ടോ. അതിൻ്റെ നേരെ മൂട്ടിൽ വെച്ച് കട്ട് ചെയ്യാണ്ട് ഇച്ചിരി ഇങ്ങോട്ട് വിട്ടിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യണേ. ഓക്കെ, കട്ട് ചെയ്തോ. കേശുവിന് ബലമില്ല. കൊട്ടിയേടാ കേശു, ഏടാടാ ആ വിളിച്ചാടി. ഓക്കെ, കട്ട് ചെയ്തു. അതിൻ്റെ അടയാളങ്ങളാ. എന്താ കേശു? ക്ലസ്റ്റർ ബീൻസ്, അമരയ്ക്ക. ആണോ? ഇപ്പൊ പറിക്കുന്നുണ്ടോ? അത് പറിച്ചോ. എന്തോ അവിടെ എന്തോ ഉണ്ട്? അമരയ്ക്കയോ? കേശു ഇത് നോക്കി, ഒരു കുഞ്ഞു വഴുതനങ്ങ വളഞ്ഞു പോയി. കുഞ്ഞൻ ഇത്തിരി കുഞ്ഞനാ. ആദ്യത്തെ വിളവെല്ലാം ഭയങ്കര നീളവും ഭയങ്കര വലിപ്പവും ഒക്കെ ആയിരുന്നു. ഇപ്പൊ വന്നു കുഞ്ഞന്മാരായി, ഇത്തിരി കുഞ്ഞന്മാരാ. ഇത് അമരയ്ക്ക. അമരത്തെ ഞാൻ പിന്നീട് പറിക്കാം. രാവിലെ കുറച്ച് പച്ച വഴുതനങ്ങ പറിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ആദ്യം തണിച്ച. ഇതിന് പറിക്കണോണ്ട് കുറച്ച് ദിവസം എടുക്കും. ദിവസമല്ല, സമയം എടുക്കും അല്ലേ? ദിവസമല്ല, മാസങ്ങളും എടുക്കുമോ? അത്രയ്ക്ക് മാത്രം ക്ലസ്റ്റർ ബീൻസ് ഉണ്ടോ? വർഷത്തിലെടുത്ത്. എന്റെ ബൊതനിലുണ്ടോ നിറച്ച് പൂവിട്ട്. സീസൺ കഴിയാറായില്ലേ? സീസൺ കഴിയാറായി. രാവിലെ നാക്കുളുക്കുന്നു. ഇതെന്ത് പൂവാണെന്നറിയാമോ? ഇതിന്റെ പേരാണ് മെക്സിക്കൻ പെറ്റൂണിയ. നല്ല രസമുണ്ട് കാണാൻ. സുന്ദരിയാണല്ലേ? നല്ല സുന്ദരി. കേശുവിനെ പോലെ സുന്ദരിയാണല്ലേ? കേശു പറയുന്ന കേട്ടോ, കയ്യിൽ വളത്തിന്റെ നാറ്റമാണ്. വളമല്ല കേശു, മറ്റേ എന്ത്
അത് കറിവേപ്പ് കാണിച്ചില്ല. പച്ചില വളമാണ്, പച്ചില വളം. നമ്മൾ കറിവേപ്പില കാണിച്ചില്ല. ആഹാ, ഇതാണ് കേശുവിന്റെ കറിവേപ്പില മരം. ഇതാണ് എന്റെ കറിവേപ്പില മരം. കൊള്ളാല്ലേ? നാളായി പറിച്ചോണ്ടിരിക്കുന്നു. ഇതിന് ഫുള്ള് പുഴുവാ. കറിവേപ്പില പുഴുവൊന്നുമില്ലടാ. പുഴുവല്ല, ഇങ്ങനെ തുപ്പ് തീർത്ത്. അടയാളമാണ്. വളമൊന്നും ഇട്ട് കൊടുത്താറില്ലേ? ആരാ വളം ഇടുന്നത്? ഞാൻ അമ്മ വളം ഇടുന്നുണ്ടോ? ഇന്നലെ ഞാൻ ഇങ്ങനെ ഞാൻ ചെറിയതായിട്ട് ഞാൻ ചാണകം ഇട്ടോണ്ടിരുന്നല്ലോ. അപ്പോഴേക്കും എൻ്റെ തന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചാണകം ഇടാൻ ഇവിടെ ഞാൻ എങ്ങനെ ഇടാൻ? അമ്മാമ്മ പച്ചില വെള്ളം ഒഴിക്കുന്നുണ്ടോ നോക്കിയേ? പൊന്നാങ്കണ്ണി ചീരയില്ലേ, അതിനെ വെള്ളത്തിലിട്ട് കലക്കി 2-3 ദിവസം വെച്ച് അതിനെ കുളിപ്പിച്ച് നല്ല പിങ്ക് കളർ. പിങ്ക് കളർ വന്ന അതുകൊണ്ടാണ്. കറ്റാർ വാഴ കുറേ ഉണ്ടല്ലോ. കറ്റാർ വാഴ ഇപ്പൊ നമ്മൾ എടുക്കാറ് പോലും ഇല്ല അല്ലേ? ഒത്തിരി ആയപ്പോ ഒരു ബോട്ടിൽ ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്. അത് ബാമ്പു അല്ലേ, അതുകൊണ്ടായിരിക്കും. അതിന്റെ പേരാണ് വാടാമുല്ല. വാടാമല്ലി അല്ലേ? ഇനി ഞാൻ രസമുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം. അതെന്ത് കാഴ്ചയാടാവോ അമ്മ? കേശു രസമുള്ളൊരു കാഴ്ച കാണിച്ചു തരാമെന്ന്. കേശു തെങ്ങ് നോയിക്കൊണ്ടേ, ഓല ഉണങ്ങിക്കുവാണേ. ഹായ്, ഇതെന്ത് റൗണ്ട് അടിച്ച് നിർത്തിയിരിക്കുന്നത്? കലാവാസനയാണ്, കലാവാസന. മുല്ലേത്ത് ഇപ്പോണ്ടല്ലോ, പക്ഷെ മുല്ലയിലൊന്നും പൂ കിട്ടില്ല. അങ്ങോട്ട് നിർത്തിയപ്പോ ചെമ്പരത്തി. അവിടെ ചെമ്പരത്തി പിടിച്ചിട്ടുണ്ട്. എന്റെ ബാക്കിൽ അവിടെ ഒരു സാധനം നിൽപ്പുണ്ട്, കാണിച്ചു തരാം. ഒരു ചെറിയ വെണ്ടയ്ക്കാണ്. ഓക്കെ, ടൊമാറ്റോ കുറച്ചല്ലേ ഉള്ളൂ, അത് മതി. പറ്റുന്നില്ല. ഏതാടാ? അയ്യോടാ, കുഞ്ഞനാണോ? അത് കുഞ്ഞ് ഫ്ലവർ വന്നിട്ട് ഇപ്പൊ കായ ആവുന്നതേ ഉള്ളൂ. ഇത് ഫ്ലവർ വന്ന് ആവുന്നതേ ഉള്ളൂ. ഇത് ചെറുതാണല്ലേ? അടുത്ത സാമ്പാറിൽ വീഴും. വലുത്. ഓക്കെ, വലുതുണ്ട്. കേശു അമ്മാമ്മ ഒരു സംഭവം കാണിച്ചു. കേശുവിന്റെ കൃഷിത്തോട്ടത്തിലെ പുതിയൊരാള് അതുകൊണ്ട് തറയിൽ കിടക്കുന്നതുകൊണ്ട്. പയറ് വള്ളിയൊക്കെ ഇപ്പൊ തറയിലാണ്. തറയിലാണ് പയറ്. ഇതാണ് കേശുവിന്റെ പയറ് തോട്ടം. ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ അത്. പിന്നെ എൻ്റെ പേരമരത്ത് ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥയായി. അതിനി മഴക്കാലം വരുമ്പോ എല്ലാം ഓക്കെ ആയിക്കോളും. ടെറസിൽ നിൽക്കുമ്പോ അത് പറിക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ ആയി. അത്ര ഹൈറ്റ് ആയല്ലേ? നമ്മൾ ഒരു തവണ അങ്ങ് പ്രൂൺ ചെയ്ത് കൊടുത്തു. ആകാശം തട്ടി നിൽക്കുന്നു. അത് വെയിറ്റ് കൊണ്ട് മറിഞ്ഞത് അതുകൊണ്ടാ. പിന്നെ ചാടിഞ്ചുണ്ട് ഇവിടെ. ഒന്നല്ല, തുറയുണ്ട്. ഒരെണ്ണം പഴുത്തോണ്ടിരിക്കുന്നു. അവിടെ ഒരെണ്ണം ഒളിഞ്ഞിപ്പോണ്ട്. കൊള്ളാല്ലേ? പച്ചക്ക് പറിച്ച് തിന്നാം. എനിക്ക് പച്ചത്ത് പറിച്ച് തിന്നാൻ ഇഷ്ടമാണ്. പഴുത്തതും പറിച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? മറ്റേ പൂവ് എന്തോന്റെ പൂവായിരുന്നു, മറന്നുപോയി. മത്തനാണോ? മത്തനല്ല, തടിയന്റെ പൂവാ ഇത്. തടിയനെന്ന് വെച്ചത് ഇതെന്റെ ചെറിയ മരമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം പൂവത്തിടുന്നതേ ഉള്ളൂ. ചായൊന്നും ഇപ്പം അങ്ങനെ പിടിക്കുന്നില്ല. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞായിരുന്നു. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞായിരുന്നു. ഒരു സ്റ്റെപ്പ് ചോറായി പിടിച്ച്. അത്രയും കേശു ജ്യൂസ് അടിച്ചു കുടിച്ചു. ജ്യൂസ് അടിച്ച് പിന്നെ വിഷുവിന് കണി വെച്ചു. അത് ചോറയുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ തുറയണ ചെയ്തിരുന്നു. ബാക്കി എത്ര എടുത്ത് ഞാൻ ജ്യൂസ് എടുത്ത് കുടിച്ച്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതെൻ്റെ ഇത്തിരി തുഞ്ഞൻ പപ്പായ. ഇതിൻ്റെ താഴെ ഒരാൾ ഒളിഞ്ഞിപ്പോണ്ട്. ആരാണ്? ജമന്തിക്കുട്ടൻ. ഇതെന്ത് സംഭവമാണ് കേശു? ചീരമരമാണോ? ചീരമരമാവോ? പച്ച ചീരമരം. നമ്മുടെ വീട്ടില് ചീരമരം ആവും. വീടല്ലേ? സൂക്ഷിച്ചു പോണേ, ചിലപ്പോ ഞാനായിരിക്കും വീഴണത്. കേശു കയറി അങ്ങ് പോവുകയും ചെയ്യും. എവിടെ ചാടുന്നേ? ഇവിടെ അങ്ങോട്ട് പോവല്ലേ, താഴ്ചയുണ്ട്. കേശുവിന്റെ പപ്പായ തോട്ടം. എന്ത് വേണേ ഉമ്മ കൊടുക്കുന്നോ?
ആരുണ്ടാവും ഇങ്ങനെ കൃഷി സ്നേഹിക്കുന്ന ആള്? തുളസി. തുളസിയോ? സോറി, തുളസി അല്ലല്ലോ കേട്ടോ ഇത്. പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണി. റോങ് ഇൻഫർമേഷൻസ് ഒന്നും തരരുത്. പൊന്നാങ്കണ്ണി. ഇത് ചീരയല്ലേ? ചീര. ആ, അത് ചീര. ഇവിടെ ചീര എല്ലായിടത്തും ഉണ്ടാവും. എടാ ചീര. എനിക്ക് എപ്പോഴും ഒരു സംശയമാണ്. ഈ എല്ലാ തെന്നിന്റെ മൂട്ടിലും എന്തിനാണ് കുരുമുളക് വെച്ച് പിടിപ്പിക്കണത്? കുരുമുളകോ? കുരുമുളക് പടർത്താൻ വേണ്ടിയിട്ട്. അതിലാകുമ്പോൾ പടർന്ന് കയറിപ്പോവും. അതിവിടെ എല്ലാ തെങ്ങിലും കുരുമുളക് പടർത്തി വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിന് സ്വാഭാവികമായ ഒരു സംശയമുണ്ടായി. വാഴ. വലിയൊരു പപ്പായത്തിനുണ്ടോ? ഓക്കെ, കണ്ടായിരുന്നല്ലോ. അതാണ് വലിയ കുഞ്ഞൻ പപ്പായ. എന്റെ ബോധവില്ല പ്രദേശം കാണിച്ചു തന്നെ സംഭവം. ഇവിടെ വീട് ഷീറ്റുണ്ട്. ഇതാണ്. അതിന് മുകളിലോട്ട് കയറാവോ? ഓക്കെ. നല്ല കാറ്റ്. നല്ല കാറ്റുണ്ടല്ലേ? മുകളില് ഇത് അടുത്ത വർഷത്തേക്കുള്ള ബോധവില്ല പ്രദേശമാണ്. എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് തോറെ സ്ഥലത്ത് നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഒന്ന് എന്തിനുണ്ട് തൊള്ളാവോ? അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഓ, ഏതാണ്? വെള്ളപ്പൂവ്. അത് കോവലാണ്. കോവലിൻ്റെ വള്ളി അവിടെ അവിടെ കിടന്നിട്ടേ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അതങ്ങ് മുളച്ച് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കായൊന്നും ഉണ്ടാകത്തില്ല. പൂവ് മാത്രമേ. നമ്മുടെ വീട്ടിന്റെ ടെറസിലുണ്ട്. അതോ ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഒന്നും കായ്ക്കുന്നില്ല. ഒരു സീസൺ കഴിഞ്ഞായിരിക്കും. ഒരു സീസൺ കഴിഞ്ഞിട്ടുണ്ടാവും. എങ്ങോട്ട് പോകുന്നു? മല കയറി. ആ, മഴയല്ലേ? മഴയാവുമ്പോൾ പുല്ല് പിടിക്കും. വാ, ഇറങ്ങി വാ. ചാടി ഇറങ്ങ. ഇതാണ് ചീരകൃഷി. ചീരകൃഷി അല്ല, ഇലപ്പുള്ളി രോഗം അല്ലേ? ഞാൻ ഇന്നലെ ചെടികളൊക്കെ ചാണായിട്ടാണെന്നല്ലേ. അപ്പൊ കുറച്ച് വളമൊക്കെ തന്നൂടായിരുന്നോ? ഇതിലിനി വളമിട്ടൊരു കാര്യമല്ല മോനെ. എല്ലാം പൂത്ത് തുടങ്ങിയതാണ്ട്. പൂത്ത് കായ്ക്കാറായി അടുത്തു. ഇതെല്ലാം കൂടെ പൊഴിച്ചിടുമ്പോൾ പുതിയതാവുമല്ലോ. ഇനി സെക്കൻഡ് ടൈമത്തായി. ഈ പ്ലാന്റ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ പുതിയത് നടണം. ഇത് പച്ച ചീര ഉണ്ട് കണ്ടോ? തുരുടി ചോയല്ല അല്ലേ? കേശു രാവിലെ വഴുതനങ്ങ വിളവെടുപ്പ് നടത്തിയ വഴുതനങ്ങകൾ. വഴുതനങ്ങ ഇതിന്നല്ലേ രാവിലെ വിളവെടുപ്പ്? തളിരല്ലേ? ഇതാണ് വഴുതനങ്ങ പൂവ്. 2 എണ്ണം ഉണ്ട്. ഒന്ന് മൊട്ടായി വന്നതേ ഉള്ളൂ. ഇതിനകത്ത് എന്താണിത്? കാണുന്നില്ല. ചവറിന്റെ ഇടയിൽ വെള്ളരി പൊടിച്ചേർന്ന് കാണിച്ചു തരാം. കണ്ടോ? നല്ല ക്യൂട്ട് ഫ്ലവർ. ചാ പിടിച്ചു വന്നു. കുഞ്ഞൻ കായുണ്ടല്ലേ? കുഞ്ഞൻ ചാ. ഈ ചവറിന്റെ ഇടയിൽ ചെന്ന് എങ്ങനെയാണ് പൊടിക്കുന്നത്? അടുത്ത എൻ്റെ പപ്പായാണിത്. നമുക്ക് പപ്പായ ഇട്ടിട്ട് തളിയും ഇല്ല. പപ്പായയും ചീരയും വിട്ട് പോയി തളിയും ഇല്ല. എവിടെ നോക്കിയാലും കാണുമല്ലേ? പപ്പായയുടെ കുരു വീണ് പൊടിക്കുന്നു, ചീരയുടെ കുരു വീണ് പൊടിക്കുന്നു. പപ്പായ അല്ലെങ്കിൽ ചീര, പപ്പായ അല്ലെങ്കിൽ ചീര, അല്ലെങ്കിൽ പപ്പായ അല്ലെങ്കിൽ ചീര. ഈ ചവറുകളിലെല്ലാം അമ്മമ്മ പയറ് വെച്ചേക്കാണ്. നാക്ക് പുളിക്കണം. നാക്ക് പുളിക്കുന്ന? അതെ, പുളിക്കുന്ന. അത് പല്ലല്ലേ? പല്ല് പുളിക്കണം. നാക്ക്. കഴിഞ്ഞ ദിവസം ഒരു മാങ്ങ കഴിച്ചതിന് ശേഷം പല്ല് ഭയങ്കരമായ പുളിപ്പ്. ഈ പൊടിച്ചു വന്ന പല്ല്.
പൊടിച്ചെന്നാ കുഞ്ഞൻ പല്ലാണല്ലേ പുളിക്കുന്നത്, പാപം. ഇത് വെച്ച് എൻ്റെ വലയോ? ആ ഇതെന്താണെന്നറിയാമോ? പടവലത്തിൻ്റെ ഫ്ലവറാണ്. ഇതിന് വലയാണ് തിരുത്തുന്നത്. കേശുവിൻ്റെ പടവലത്തോട്ടത്തിൻ്റെ നടുക്കാരാ നിൽക്കുന്നത്? ജമന്തി കുട്ടനാണോ? മുളകുണ്ടല്ലോ, ജമന്തി ഉണ്ട്. ഈ ഇതാണ് ഉടംകൊല്ലി. ഉടംകൊല്ലിയോ? യെസ്, ഇതാണ് ഉടംകൊല്ലി മുളക്. ഭയങ്കര എരിവാണിത്, മീൻകറിയിലൊക്കെ ചേർക്കുന്ന സാധനം അല്ലേ? അമ്മ ഉണ്ടാക്കുന്ന മീൻകറി ഭയങ്കര എരിവാണ്. ആണോ? അമ്മയാണോ അമ്മാമ്മയാണോ? അമ്മാമ്മ ഉണ്ടാക്കുന്നല്ലേ എരിവില്ല. എരിവില്ല, ഒട്ടും നല്ല ചെറുതായിട്ട് എരിവത്തുണ്ട്. അമ്മ ഉണ്ടാക്കില്ല ഭയങ്കര എരിവാണ്. നമുക്ക് എരിവ് കുറയ്ക്കാം. വീണ്ടും ചീരമരം. എന്താടാ? പുഴു 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 ജമന്തി കുട്ടൻ ഫ്ലവറിങ് ആയി തുടങ്ങി. ഇത് നമ്മുടെ പുതിയ കൃഷിയാണല്ലേ, പയർ കൃഷി. ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി തുമ്പ് കൊടുത്ത. അമ്മ മുകളിലത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലേ? അതവിടെ മണ്ണ് കിളച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലൊരു പാവക്കുട്ടൻ കിടന്നു. ആ പാവക്കുട്ടനെ എടുത്ത് നമ്മൾ അതിൻ്റെ മണ്ടയിൽ വെച്ചു. അച്ഛൻ അച്ഛടുത്ത് മണ്ട അച്ഛൻ അതിൻ്റെ അടുത്ത് അയ്യും കാണുന്നില്ല, ഒന്നും കാണുന്നില്ലല്ലേ? അത് പൂച്ചക്കുട്ടനാണ്, പൂച്ചക്കുട്ടൻ. കേശുവിൻ്റെ വെണ്ടത്തോട്ടം. ഇവിടെ പൂവൊക്കെ പിടിച്ച് കായൊക്കെ പിടിച്ച് സുന്ദരിമാരായിട്ട് നിൽക്കുമല്ലോ. അത് പുല്ലല്ലേ? എന്തോ യേശു എന്തിനാ യേശു അമ്മാമ്മ പേരയില എടുക്കുന്നത്? പേരയില എന്തിനാ എടുക്കുന്നത് അമ്മാമ്മ? വെള്ള ഇടാനാണോ? അമ്മാമ്മയ്ക്ക് ഡയബറ്റിക് ഉള്ളതുകൊണ്ടേ അത് പേരയില ഇട്ട് വെള്ളം തിളപ്പിച്ചങ്ങ് കുടിക്കും. അത് തന്നെ ഞാനും പറഞ്ഞത്, വെള്ളം തിളപ്പിച്ച്. യേശു അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ ഇറങ്ങിക്കോ, ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പം ഒരു ചറുക്കിയൊരു വീഴ്ച കാണാം. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. അയ്യോ അയ്യോ അയ്യോ. പപ്പായ ഇതെന്താണ്? ഇതോ? ഇത് മറ്റേ തടിയനല്ലേ? തടിയൻ എവിടെ കണ്ടാലും അത് കയറി അങ്ങ് പോവും. ഇതെന്താണെന്നറിയാമോ? ഇതാണ് നൊച്ചയല്ല. നമുക്ക് ചുമയത്ത് വരുമ്പോൾ മരുന്നുണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും. ആണോ? കരിന്നൊച്ചിയല്ലേ? കരിന്നൊച്ചിയല്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? മണലല്ലേ അമ്മ? മണൽ ചൂടാക്കിയിട്ട് ഒരു തോർത്തിനകത്ത് മണലിങ്ങനെ വിടർത്തിയിട്ടിട്ട് അതിനകത്തോട്ട് ഈ നൊച്ചിയില വെച്ച് ആ തോർത്ത് കെട്ടി കിഴിയാക്കിയിട്ട് നല്ല ചുമയുള്ളപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നെഞ്ചിൽ വെച്ചിട്ട് അനത്തും, ഇങ്ങനെ പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചുമ കുറയുമെന്നാണ് വിശ്വാസം അല്ലേ? കുറഞ്ഞില്ലെങ്കിൽ അലോപ്പതിയെ ആശ്രയിക്കുക, അതേ ഉള്ളൂ, വേറെ വഴിയില്ല. വേറൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, പിക്കോളൂ. ചെമ്പരത്തി ഇപ്പോൾ ഉണ്ടല്ലോ, അത് ഒരു സാൻഡൽ കളർ ചെമ്പരത്തി. എന്താണ് ഈ ക്യാനിലൊക്കെ? എന്തായിരിക്കും നമ്മൾ ഈ ക്യാനിൽ ഇവിടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്കിൽ കൊണ്ട് ഈ ക്യാൻ വെച്ച് ചേന കത്തിരിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞേ? എന്തായിരിക്കും? പുരയിടത്തിൽ നടാതെ നമ്മളിവിടെ ഇറക്കി നട്ടു. ആരുടെ ശല്യം കാരണം? പന്നി ശല്യം കാരണം അല്ലേ? നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ട്. എന്ത്? ബൊഗേൻവില്ല. ഇവിടെ ഫുള്ള് ബൊഗേൻവില്ല ഇരുന്നു. ഇതാരാ യേശു? ഇത് ഈ നിൽക്കുന്ന ആരാ? ചെറിക്കുട്ടനാണോ? വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ എന്താണ്, ആപ്പിൾ ചെറി അല്ലേ? ഇത് ജ്യൂസ് അടിക്കാം, വൈൻ ഉണ്ടാക്കാം, പിക്കിൾ ഉണ്ടാക്കാം, പച്ചക്ക് തിന്നാം, വെറുതെ തിന്നാം, വൈൻ ഉണ്ടാക്കാം. നല്ലതാണ് വൈൻ. വൈൻ ഉണ്ടാക്കാൻ നല്ലതാണ്, ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടായിരുന്നു. അത് ചില പ്ലാന്റ് ഒക്കെ അങ്ങനെ പോകും മഴയാവുമ്പോഴേ. മറ്റേ ചെറിയ നന്ദ്യാർവട്ടല്ലേ, ബോൺസായി. ഇതെന്താണെന്നറിയാമോ? ഇതിൻ്റെ പേര് മൃതസഞ്ജീവനി എന്നാണ്.
മൃതസഞ്ജീവനി എന്നും പറയും, അയ്യപ്പാനെന്നും പറയും. അയ്യപ്പാനെന്നും പറയും. ഇത് മറ്റേ ഈ ഫിസ്റ്റുല ഇല്ലേ, ഫിസ്റ്റുല, പൈൽസ്, ഇതിനൊക്കെ മെഡിസിനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു മൂഡ് കിട്ടി, നമ്മൾ അതിനെ കുറേ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ആ അപ്പുറത്തെ സൈഡിൽ തുറ ഉണ്ടായിരുന്നു. കിളിമരത്തിന്റെ മുട്ടിലായിട്ട് ഒരു വലിയ ഗ്രൂപ്പായിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. പിന്നെ എല്ലായിടത്തും അറിയാലോ പണി തീർക്കുക. ഇത് ഞാൻ ആവി എഴുതാനാണ് യൂസ് ചെയ്യാറ്. പിന്നെ യൂസ് ചെയ്യുമല്ലോ നമ്മൾ. പിന്നെ തേനില് ഇത് വാട്ടി പിഴിഞ്ഞ് തേനിൽ ഒഴിച്ചു കൊടുത്തു. തേനിൽ ഒഴിക്കുന്നത് കഫം മാറാനായിട്ട്. കഫം മാറാനായിട്ട്. കഫമല്ല കഫം. കഫം മാറാനായിട്ട്. അമ്മ കേശു തിരുത്തുന്നു, കഫമല്ല കഫം. ഉള്ളൂ. അതെന്താ? ഇതിന്റെ പേരാണ് മുറിവുട്ടി. ഇതിന് കൊള്ളാം. ഇത് നമ്മള് ശരീരം മുറിയുമ്പോ, ശരീരം എന്നല്ല, ശരീരത്തിൽ ഓരോ ഭാഗം മുറിയുമ്പോ അതിനിങ്ങനെ ഞാൻ വെള്ളത്തിൽ ചരിച്ചു ഇങ്ങനെ ഇങ്ങനെ ആക്കി. വെള്ളത്തിലൊന്നും ചാലിക്കണ്ട, അതിനെ കയ്യിൽ വെച്ച് ഞെരടിയിട്ട് ഇങ്ങനെ ഞെരിത്തണം. എന്നിട്ട് അതിന്റെ നീരെടുത്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഞെരിത്തിയാൽ ഇതിന്റെ ചാറ് ഇവിടെയാണ് മുറിഞ്ഞത്. ഞാൻ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും? ആ മുറിവ് ഇൻഫെക്ഷൻ ഒന്നും ആവാതെ അതങ്ങ് ഉണങ്ങും അല്ലേ? പക്ഷെ വലിയ മുറിവാണെങ്കിൽ ഒഴുത്തുമ്പോ നല്ല നീറ്റിലുണ്ടാവും. കൊതുകുണ്ട്. ഇവിടെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, എന്നാലും ഇവിടെ എല്ലായിടത്തും ഞാൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നമ്മള് ഇവിടെ ഫ്രീ ടൈം കിട്ടുമ്പോഴേക്ക് അമ്മ പുറത്തിറങ്ങി ചെടിയൊക്കെ നടും, ചെടിയെടുത്ത് വെള്ളം കൊടുക്കും. ചിലപ്പോഴാണെങ്കിൽ ഉച്ചയ്ക്ക് മഴ നല്ലോണം നെടിച്ച് പെയ്യും. ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല. ചെടിയെടുത്ത് വെള്ളവും കിട്ടും. ഇത് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ വാങ്ങിയതാണ്. ആദ്യം നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ മാറി പോയല്ലേ. അതിന്റെ റൂട്ടിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. റൂട്ട് അഴിയോ ആയിരിക്കും. ചലന്തി വരാം. തുളസി കാണിച്ചേരണോ? നമ്മളെ വീട്ടില് തുളസി ഉണ്ട്. ഇത് അച്ചടിച്ച പാറത്തല് എനിക്കറിയില്ല. ഇതാണ് ഞങ്ങളുടെ ഒരു ബോധമില്ല. നമ്മള് പേരിട്ടിട്ടുണ്ട് തുട്ടുവാവ. തുട്ടുവാവ് പൊന്നി ടെറസിലെത്താറായി. ഫ്ലവർ ആയല്ലേ? ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോ തുട്ടുവാവായിട്ട് തൊത്തി തോന്നല, അതുകൊണ്ട് ഞാൻ മറന്നു. പൊന്നാന്തണ്ണി നമ്മളെ ഒരുപാട് തപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ പൂവല്ലേ ഇത്? ചന്ദനത്തിന്റെ മൂട്ടിൽ ഇഷ്ടം പോലെ ഇല്ലേ? നമ്മുടെ ചന്ദനത്തിന്റെ മൂട്ടിൽ ഇഷ്ടം പോലെ ഇല്ലേ? അതിന്റെ ചോപ്പാണ് അതിന്റെ ചോപ്പല്ല, അത് ഈ വെയിൽ കിട്ടുന്നതിനനുസരിച്ച് അതിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ വെയിലിട്ടില്ലേ? അവിടെ വെയിലുണ്ട്, എന്നാലും കുറവാണ്, ഇത്രത്തോളം ഇല്ല. ഷൊഫ്ലീറോ പ്ലാന്റ് അല്ലേ? കേശുവിന്റെ മഞ്ഞ ബൊഗേൻ. ഇത് ഒരു ദിവസം മറിഞ്ഞുപോയി. കാറ്റത്ത് പറന്നു വന്ന് തറയിലിരുന്നല്ലേ? ഇത് ഇവിടെ ഇരുന്ന ചെടിയില്ലേ, ഇതിന്റെ അകത്തൊരു ചെടി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടേ ഇവിടെ ഇരുന്ന്, ഇവിടെ അവിടെ ഇരുന്ന് അത് ചാറ്റടിച്ചപ്പോ ഒരു സൗണ്ട് കേട്ടു. നോക്കിയപ്പോ ചെടിച്ചട്ടി മറിഞ്ഞേ. നമ്മൾ വിചാരിച്ച അന്നോട്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടായിരുന്നു. നോക്കിയപ്പോ ചാറ്റ തുറന്നാണ്ട് ഇവിടെ വന്ന് അണിഞ്ഞിരണ്ടാൻ നിൽക്കണം. നോക്കിട്ടുണ്ട് മുറിയാത്ത എന്നും പറഞ്ഞു ഞാൻ എടുക്കണം. ഇതാ ഇവിടെ റബ്ബർ വെച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ ഫ്ലവർ 10 മണി. 10 മണി നല്ല രസമുണ്ട്. അമ്മാമ്മ ഒരു കുഞ്ഞു തുണ്ടല്ലേ, ഒരു കൊച്ചു തുണ്ട് കൊണ്ടുവന്ന് നട്ടതാണ് നമ്മളിവിടെ. ഇപ്പൊ ഇത്രയായി. ഇതില് തേനീച്ച ഒരു 10 മണി കാടായി മാറിയിട്ടുണ്ട്. ഇവിടെ തേനീച്ചയാണ്. തേനീച്ച ഏകദേശം നമ്മുടെ കാറിന്റെ കൂട് വെക്കാനുള്ള ശ്രമത്തിലാണ്. ഈ വെള്ള ഈ ചേമ്പില്ലേ, ഇത് തന്നെ നമ്മൾ അവിടെയും ക്യാനിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി, അത് കാണിച്ചു തന്നെ. ഇത് സെയിം സാധനം അവിടെ നിൽക്കുന്നത്. സെയിം സാധനമാണ്. ഇതില് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിന് തന്നാ ഈ വെള്ളം കഴിച്ചപ്പോ ഇങ്ങനെ പോകും. ചേമ്പലയിലെ വെള്ളം. കേശുവിന്റെ ചേമ്പും കാട് എല്ലാം ക്യാനിലാണ് നട്ടിരിക്കുന്നത് അല്ലേ? ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇതിൽ എന്തുണ്ടാവില്ല? കിഴങ്ങുണ്ടാവില്ല. പകരം ഇതിന്റെ തണ്ട് ഇലയൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കും? തോരനുണ്ടാക്കും അല്ലേ? ഇത് എവിടെന്നാന്നറിയോ? ഇത് അങ്കമാലിന്ന് കൊണ്ടുവന്നതാ. ഇല്ല, ഇപ്പം കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അത് വലുതാവോ. ആദ്യം കുഞ്ഞൻ പ്ലാന്റ് ആയിരുന്നു.
ഇതാ നമ്മുടെ ബൊഗേൻവില്ല പ്രൊപ്പഗേഷനാണ്. പേരെന്തോന്നായിരുന്നു? ബൊഗേൻവില്ല. അതല്ല, ഇതിന്റെ നമ്മൾ ഇട്ട പേര്. അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ പേര് കുഞ്ഞുവാവയിലല്ലോ, കുട്ടുവാവ. ഇവനെ നമ്മൾ പേരിട്ടില്ല, ഉടനെ തന്നെ പേരിടുന്നതായിരിക്കും. ഇതിന് ഞാൻ ഇത് ക്ലിപ്സ് ആവേണമെങ്കിൽ ഞാൻ പേരിടും തുണുവാവ. ഇനി ഞാൻ രാവിലെ വിളവെടുത്ത എന്തൊരു വഴുതനം കാണിച്ചാ, പച്ച വഴുതന. ഇവിടെ ഞാൻ തുളസി കാണിച്ചാൽ വരുന്നില്ല. തുളസി ഇവിടെ പോയി, തുളസി അങ്ങ് നിൽക്കുക. അത് നിൽക്കുകയാണ്. ഇവിടെ ഒന്നും കഴിയുന്നില്ല. അത് പോയി മോനെ, അത് പോയി. അത് പോയല്ലേ. ഇതാണ് രാവിലത്തെ പരിപാടി അല്ലേ? പച്ച വഴുതനങ്ങ വളഞ്ഞു. ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ലവ്വായനെ. അടുത്ത ഇതെന്തുവാ? കത്തിരിക്ക, തടിയൻ കത്തിരിക്ക അല്ലേ? ഓക്കെ. മറ്റേ അത്ര വെയിറ്റ് ഒന്നും വരത്തില്ല, ഇത്രേ ഉള്ളൂ. വെള്ളം ഇതുവരെ അവിടെ ഇല്ലിരുന്നല്ലോ. ഇല്ല, പുതിയ ഐറ്റമാണ്, പുതിയ ഒറ്റ തൈ നട്ടതാണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ കേശുണ്ട്. ഇത് ബീൻസ് അല്ലേ? ക്ലസ്റ്റർ ബീൻസ് ആണ്, അമരയ്ക്ക. കൊത്തമര എന്ന് പറയില്ലേ, അത് ഒത്തിരി ഉണ്ട്. അത് നമ്മൾ ഒത്തിരി സമയം എടുത്താലേ അത് എല്ലാം കൂടെ നുള്ളി പറിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ വിളവെടുപ്പ് ഇത്രേ ഉള്ളൂ. ഇത്രയും കിട്ടിയില്ലേ? ഇത്രയും കിട്ടിയത് തന്നെ സന്തോഷം അല്ലേ? 3 ടൈപ്പ് ഉണ്ട് അല്ലേ? 1 2 ഉണ്ട്, അവിടെ നിപ്പുണ്ട്, പക്ഷെ ചെറുതാ. ഇത്രയും വലുതായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് 6 5 3 4 5. അപ്പോൾ